നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കേവർക്കും അറിയാവുന്ന ലോകപ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, ഭാരതത്തിൻ്റെ ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി തന്നെയാണ്. കുടിലിൽ ജനിച്ചാലും തലയിലെഴുത്ത് നന്നായാൽ വിശ്വപ്രസിദ്ധനും ചക്രവർത്തിക്ക് തുല്യനുമായി ഭവിക്കുമെന്ന് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ വ്യക്തിയുടെ ജന്മവിവരങ്ങൾ ഇപ്പറയും പ്രകാരമാണ്. 1950 സെപ്റ്റംബർ 17 ഞായറാഴ്ച അനിഴം നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ജന്മസ്ഥലം ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വഡ്നഗർ എന്ന ചെറു ഗ്രാമത്തിലാണ്. ഗ്രഹനില പ്രകാരം ലഗ്നരാശിയും ചന്ദ്രരാശിയും വൃശ്ചികം രാശി തന്നെയാണ്. ലഗ്നരാശിയിൽ തന്നെ ലഗ്നാധിപനായ ചൊവ്വ സ്വക്ഷേത്രത്തിലായി ചന്ദ്രനുമായി യോഗം ചെയ്തു നിൽക്കുന്നു. 3ാം ഭാവമായ മകരം രാശിയിൽ ഗുളികനും 4ാം ഭാവമായ കുംഭം രാശിയിൽ വ്യാഴം വക്രഗതിയിലും നിൽക്കുന്നു. കുംഭം രാശി വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കടകം രാശിയെപ്പോലെ തന്നെ ബലമുള്ള രാശിയാണ്. അതിൻ്റെ കൂടെ വ്യാഴം വക്രഗതിയിൽ നിൽക്കുന്നതിനാൽ കൂടുതൽ ബലവർദ്ധനവ് സിദ്ധിക്കുന്നു. 5ാം ഭാവമായ മീനം രാശിയിൽ രാഹുവും 10ാം ഭാവമായ ചിങ്ങൻ രാശിയിൽ ശുക്രനും ശനിയും യോഗം ചെയ്ത് നിൽക്കുന്നു. 11ാം ഭാവമായ കന്നി രാശിയിൽ 10ാം ഭാവാധിപനായ സൂര്യനും 11ാം ഭാവാധിപനായ ബുധനും ഇവരോടൊപ്പം കേതുവും നിൽക്കുന്നു. ബുധൻ അതിൻ്റെ ഉച്ച ഭാഗയിലായിട്ടാണ് നിൽക്കുന്നത്. ഈ ജാതകത്തിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അനേകം മഹായോഗങ്ങൾ ഉള്ളതായി കാണാം. അവയിൽ ചിലത് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമതായി, ഈ ജാതകത്തിൽ അഖണ്ഡ സാമ്രാജ്യ യോഗമെന്ന ഏറ്റവും ഉത്കൃഷ്ടമായ യോഗമുള്ളതായി നമുക്ക് കാണാം. അഖണ്ഡ സാമ്രാജ്യ യോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് സവിസ്തരമായി അഖണ്ഡ സാമ്രാജ്യ യോഗമെന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ യോഗത്തെക്കുറിച്ച് ചുരുക്കി പറയാം. ഈ ഗ്രഹനിലയിൽ ഈ വ്യക്തി ജനിച്ചിരിക്കുന്നത് സ്ഥിര രാശിയായ വൃശ്ചികം രാശിയിലാണ്. 2ാം ഭാവാധിപനായ വ്യാഴം വളരെയധികം ബലത്തോടുകൂടി ചന്ദ്രകേന്ദ്രത്തിൽ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 4ാമത്തെ രാശിയിൽ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ വ്യാഴത്തിന് 2ാം ഭാവാധിപത്യവും 5ാം ഭാവാധിപത്യവും വരുന്നു. ഈ 3 കാര്യങ്ങളും ഈ ഗ്രഹനിലയിൽ ഒത്തുവന്നിരിക്കുന്നതിനാൽ ഈ ജാതകന് അഖണ്ഡ സാമ്രാജ്യ യോഗമുള്ളതായി നമുക്ക് കാണാം. ഇതിൻ്റെ ഫലം ഗ്രന്ഥത്തിൽ പറയുന്നത് സാമ്രാജ്യാധിപത്യം എന്നാണ്. രണ്ടാമതായി, ഈ ജാതകന് ചക്രവർത്തി യോഗം അഥവാ നീചഭംഗ രാജയോഗം എന്ന മറ്റൊരു മഹായോഗം കൂടി ഉള്ളതായി കാണാം. നീചഭംഗ രാജയോഗത്തിൻ്റെയും വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ചുരുക്കി പറയാം. ചന്ദ്രൻ നിൽക്കുന്നത് അതിൻ്റെ നീചരാശിയായ വൃശ്ചികം രാശിയിലാണ്. ചന്ദ്രനോടൊപ്പം വൃശ്ചികൻ രാശിയുടെ അധിപഗ്രഹമായ ചൊവ്വയും നിൽക്കുന്നുണ്ട്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയായ വൃശ്ചികൻ രാശിയുടെ അധിപഗ്രഹമായ ചൊവ്വ ചന്ദ്രകേന്ദ്രത്തിൽ, അതായത് ചന്ദ്രനോടൊപ്പം നിൽക്കുന്നതിനാൽ നീചഭംഗ രാജയോഗമെന്ന ചക്രവർത്തി യോഗം ഈ ജാതകത്തിൽ കാണുന്നുണ്ട്. നീചരാശിയുടെ അധിപനായ ചൊവ്വ ചന്ദ്രകേന്ദ്രത്തിൽ മാത്രമല്ല ലഗ്നകേന്ദ്രത്തിൽ കൂടി നിൽക്കുന്നതിനാൽ ഈ യോഗത്തിൻ്റെ ഫലം ഇരട്ടിക്കുന്നുണ്ട്. ഈ യോഗമുള്ള ജാതകൻ ഒരു ചക്രവർത്തിക്ക് സമാനമായി ഉന്നത പദവികളും ഭാഗ്യാദികളും ഉള്ളവനായി തീരുമെന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. മൂന്നാമതായി, പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ രുചക മഹായോഗം ഈ ഗ്രഹനിലയിൽ കാണുന്നുണ്ട്. ഈ യോഗത്തിൻ്റെയും വീഡിയോ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചൊവ്വ ഈ ഗ്രഹനിലയിൽ സ്വക്ഷേത്രത്തിലായി ലഗ്നരാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ ഈ ജാതകന് രുചക മഹായോഗമുണ്ട്. ചൊവ്വ ഈ ജാതകത്തിൽ ലഗ്നാധിപനായ ഗ്രഹം കൂടിയാണല്ലോ. രുചകയോഗത്തിൻ്റെ ഫലം പറയുന്നത് ഈ യോഗമുള്ള ജാതകന് ദേഹബലവും സൗന്ദര്യവും സ്വഭാവഗുണവും
ധനവും ഐശ്വര്യവും ദാനശീലവും ദീർഘായുസ്സും പട്ടാളത്തിലോ പോലീസിലോ ഉദ്യോഗസ്ഥനായും തീരാവുന്നതാണ് എന്നാണ്. നാലാമതായി ഈ ജാതകത്തിൽ കേസരിയോഗമെന്ന മറ്റൊരു ഉത്കൃഷ്ട രാജയോഗമുണ്ട്. ഇതിൻ്റെയും വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയായ വൃശ്ചികൻ രാശിയുടെ കേന്ദ്രരാശിയായ കുംഭം രാശിയിൽ വ്യാഴം ബലവാനായി നിൽക്കുന്നതിനാൽ ഈ ജാതകന് കേസരിയോഗവും ഉണ്ട്. ചന്ദ്രൻ നീചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടി ചന്ദ്രന് ഷഡ്വർഗ ബലമുള്ളതിനാൽ ചന്ദ്രന് ബലഹാനി സംഭവിക്കുന്നില്ല. വ്യാഴവും ചന്ദ്രനും ബലവാന്മാരായി കേസരിയോഗത്തിൽ നിൽക്കുന്നതിനാൽ സർവ്വവിധ ഭാഗ്യത്തോടും സമ്പത്തോടും ഐശ്വര്യത്തോടും കൂടി 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണത്തക്ക കാലത്തോളം ദീർഘായുസ്സായി എല്ലാ അരിഷ്ടയോഗങ്ങളെയും ഭംഗം ചെയ്ത് ജീവിക്കുമെന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അഞ്ചാമതായി ഈ ജാതകത്തിൽ ചന്ദ്രകേന്ദ്രത്തിൽ ചൊവ്വ വരുന്നതിനാൽ ശശിമംഗളയോഗമെന്ന ലക്ഷ്മി യോഗമുണ്ട്. ചന്ദ്രൻ ഈ ജാതകത്തിലെ ഭാഗ്യസ്ഥാനാധിപനും ചൊവ്വ ലഗ്നാധിപനും ആകയാൽ ലഗ്നാധിപ യോഗത്താൽ ഭാഗ്യാധിപൻ കൂടുതൽ ഭാഗ്യഫലങ്ങൾ നൽകും. ശശിമംഗളയോഗത്തിൽ ജനിക്കുന്നവർ ജീവിതാവസാനം വരെ സമ്പത്തുള്ളവരായിരിക്കുമെന്നാണ് ഫലം. ആറാമതായി ഈ ഗ്രഹനിലയിൽ ശരഭയോഗവും കൂടി കാണുന്നുണ്ട്. കേസരി യോഗം പോലെ തന്നെ ഉത്കൃഷ്ട ഫലം നൽകുന്നതാണ് ശരഭയോഗവും. ഈ യോഗത്തിൻ്റെയും വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചന്ദ്രകേന്ദ്രത്തിലായി, അതായത് ചന്ദ്രൻ്റെ 10ാം ഭാവത്തിലായി ശുക്രൻ വരുന്നതിനാലാണ് ഈ ഗ്രഹനിലയിൽ ശരഭയോഗം ഉണ്ടെന്ന് പറഞ്ഞത്. ശരഭയോഗത്തിൽ ജനിക്കുന്നവൻ ദീർഘായുസ്സുള്ളവനായും അനേകം ഗുണങ്ങളും ധനവും ഉള്ളവനായും തീരും എന്നാണ് ഫലം. മറ്റ് പല യോഗങ്ങളും ഈ ഗ്രഹനിലയിൽ കാണാമെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത്രയും ഉത്കൃഷ്ടങ്ങളായ യോഗങ്ങളുള്ള ഈ ജാതകൻ ജനിച്ചത് ഒരു ദരിദ്ര കുടുംബത്തിലാണ്. ദരിദ്ര കുടുംബത്തിൽ പിറന്ന് ഉപജീവനത്തിനായി റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽപ്പന നടത്തിയ ഇദ്ദേഹത്തിൻ്റെ തലയിലെഴുത്ത് അഥവാ ഗ്രഹനിലയാണ് ഇന്ന് ഇദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ലോക പ്രശസ്തനും ആക്കി തീർത്തത്. ഇനി ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രദശാകാലങ്ങൾ കൂടി പരിശോധിക്കാം. ഇദ്ദേഹത്തിന് 8/10/1961 വരെ, അതായത് 11 വയസ്സുവരെ ശനി മഹാദശയായിരുന്നു. ശനി ഈ ഗ്രഹനിലയിൽ നിൽക്കുന്നത് അതിൻ്റെ ശത്രുക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ മൗഢ്യത്തിലായാണ്. അതിനാൽ ശനിദശാസമയം വളരെയധികം കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ബാലാരിഷ്ടയും ഉണ്ടായിട്ടുണ്ടാകാം. ശനിമഹാദശ കഴിഞ്ഞ് 8/10/1978 വരെ, അതായത് 28 വയസ്സുവരെ ബുധദശയായിരുന്നു. ബുധന് അഷ്ടമാധിപത്യവും മൗഢ്യവും ഉണ്ടെങ്കിലും ബുധൻ വക്രഗതിയിൽ ഉച്ചഭാഗയിലായി 11ാം ഭാവമായ ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അലച്ചിലും കഷ്ടപ്പാടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ബുധൻ സഹായിച്ചു. ബുധദശ കഴിഞ്ഞ് 8/10/1985 വരെ, അതായത് 35 വയസ്സുവരെ ഇഷ്ടഭാവത്തിൽ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന കേതൂർദശയായത് കാരണം ഈ കാലയളവ് ഗുണദോഷ സമ്മിശ്രമായിരുന്നു. കേതൂർദശ കഴിഞ്ഞ് 8/10/2005 വരെ, അതായത് 55 വയസ്സുവരെ കർമ്മക്ഷേത്രമായ 10ാം ഭാവത്തിൽ ശനിയുമായി യോഗം ചെയ്ത് നിൽക്കുന്ന ശുക്രദശാ സമയമായിരുന്നു. ശനി ഈ ജാതകത്തിൽ 4ാം ഭാവം അഥവാ ജനങ്ങളുടെ ഭാവത്തിൻ്റെ അധിപഗ്രഹമാണ്. ജനതയുടെ ഭാവമായ 4ാം ഭാവത്തിൽ അത്യന്തം ബലവാനായി വ്യാഴം നിന്നുകൊണ്ട് 10ാം ഭാവത്തെയും 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെയും ശനിയെയും വീക്ഷിക്കുന്നുണ്ട്. ശനി രാഷ്ട്രീയ കാരകത്വം വഹിക്കുന്ന ഗ്രഹവും കൂടിയാണ്. അതിനാൽ ശനിയുമായി യോഗം ചെയ്ത് കർമ്മക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രദശാകാലത്ത് രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും 7/10/2001 അപ്രതീക്ഷിതമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ശുക്രദശ കഴിഞ്ഞ് 8/10/2011 വരെ, അതായത് 61 വയസ്സുവരെ കർമ്മസ്ഥാനാധിപനായ സൂര്യൻ്റെ മഹാദശയായിരുന്നു. കർമ്മസ്ഥാനാധിപനായ സൂര്യൻ നിൽക്കുന്നത് ലാഭസ്ഥാനത്തുമാണ്. സൂര്യൻ രാജകാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ്. അതിനാൽ സൂര്യമഹാദശയിൽ
ഒരു ശക്തനായ ഭരണാധികാരിയായി തീരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. സൂര്യൻ കേതുവുമായി യോഗം ചെയ്ത് ഗ്രഹണയോഗത്തിൽ നിൽക്കുന്നതിനാൽ സൂര്യദശാസമയം അനേകം ആരോപണങ്ങളും മാനസിക സംഘർഷങ്ങളും മറ്റും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ടാകാം. സൂര്യമഹാദശ കഴിഞ്ഞ് 8/10/2021 വരെ, അതായത് 71 വയസ്സുവരെ ചന്ദ്രമഹാദശയായിരുന്നു. ചന്ദ്രൻ ഈ ജാതകത്തിൽ ചക്രവർത്തി യോഗത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ്. ചക്രവർത്തി യോഗത്തെ കൂടാതെ ചന്ദ്രൻ അഖണ്ഡ സാമ്രാജ്യ യോഗം, കേസരി യോഗം, ശരഭയോഗം, ശശിമംഗളയോഗം എന്നീ യോഗങ്ങളും നൽകുന്നു. അതിനാൽ 21/5/2014 ഇദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചക്രവർത്തി യോഗം അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് തെളിയിക്കുകയും ചെയ്തു. ചന്ദ്രമഹാദശ കഴിഞ്ഞ് 8/10/2028 വരെ, അതായത് 78 വയസ്സുവരെ ചൊവ്വ മഹാദശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൊവ്വ ഈ ജാതകത്തിൽ ലഗ്നാധിപനായ ഗ്രഹവും പഞ്ചമഹാപുരുഷ യോഗമായ രുജയോഗത്തിൽ നിൽക്കുന്ന ഗ്രഹവും ലക്ഷ്മി യോഗമായ ശശിമംഗളയോഗത്തിൽ നിൽക്കുന്ന ഗ്രഹവുമായതിനാൽ പൂർവാധികം പേരും പ്രശസ്തിയും ആർജിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്ന് ലോകത്ത് എവിടെയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഇത്രയധികം ഉത്കൃഷ്ടങ്ങളായ രാജയോഗങ്ങൾ ജാതകത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തലയിലെഴുത്ത് നന്നായാൽ എല്ലാം നന്നായി എന്ന്. കുടിലിൽ പിറന്നാലും കുബേരതുല്യരായി തീരുകയും ലോകപ്രശസ്തരാകുകയും ചെയ്യും. ഇവിടെയാണ് ജാതകത്തിൻ്റെ അഥവാ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജനിച്ച സമയം ഗ്രഹങ്ങൾ നല്ല സ്ഥാനങ്ങളിൽ രാജയോഗത്തോടുകൂടി നിന്നാൽ ജാതകനും അതിനനുസരിച്ച് ഉയർച്ചയെ പ്രാപിക്കും. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്യോതിഷത്തിൽ സാമാന്യ പരിജ്ഞാനമെങ്കിലും ഉണ്ടാകണം. അതിനാൽ ജ്യോതിഷത്തെ ഒരു അന്ധവിശ്വാസമായി തള്ളിക്കളയാതെ ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിയാൻ ശ്രമിക്കൂ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.